ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണോ? കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവ് ഉണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. കുറേ പേരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ നല്ലപോലെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുതൽ എല്ലാ ഫ്രൈഡേ ഈവനിങ് 7:30 to 8:30 ലൈവ് ഉണ്ടാകും. അതാദ്യം തന്നെ ഞാൻ പറയുവാണ്. കാരണം ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും ചോദിക്കാനൊക്കെ ഉള്ളത് നമ്മൾ എല്ലാവർക്കും കമൻറ്റ് ചെയ്ത് ചോദിച്ച് എനിക്ക് അപ്പം ആൻസർ കൊടുക്കാൻ പറ്റില്ല. ലൈവിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ കഴിഞ്ഞ ലൈവിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് അറിയിക്കുക കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ലൈവ് സെഷൻ, എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം അറിയിക്കുക. അപ്പോൾ എല്ലാ ഫ്രൈഡേയും രാത്രി 7:30 തൊട്ട് 8:30 വരെ നമ്മൾ ലൈവിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ കുറേ നോളജായിട്ട് ഞാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ സെഷൻ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മളുടെ സ്കിൻ റൊട്ടീൻ എങ്ങനെ ഏതൊക്കെ വയസ്സിലെന്നുള്ളത് ഞാൻ കുറേ മുമ്പൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ള രീതിയിൽ നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 30-40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 വയസ്സ് മുതൽ നമ്മൾ സ്കിൻ കെയർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. നമുക്കറിയാം സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 16 to 18 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ദെൻ അതിനുശേഷം നമ്മൾ ഭയങ്കര അത് കമ്പൽസറി ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 30 മുതൽ നിങ്ങൾ എടുത്തിരിക്കണം. ദെൻ 40 ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ട്സിലൊക്കെ നമുക്ക് ചേഞ്ചസും നമ്മളുടെ ഡെയിലി റൊട്ടീനിലും നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതലും നമുക്ക് ഒരു ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ആഫ്റ്റർ 40ക്ക് ശേഷം നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതും കൂടിയാണ്. നമുക്കറിയാം ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 30-35 ആകുമ്പോഴേക്കും തന്നെ സ്കിൻ ഭയങ്കര ലൂസായിട്ടുണ്ടാവും, റിങ്കിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര ചുളിവുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ വളരെ വയസ്സ് കുറവായിരിക്കും. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ നമുക്കറിയാം എത്ര പ്രായമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിലവർക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൊളോജിൻ്റെ അളവ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. അതായത് എടുക്കുന്ന ഫുഡിലൂടെ ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്, നമുക്കെപ്പോഴും നമ്മളുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊളേജൻ എത്രത്തോളം നമ്മളുടെ ശരീരത്തിലുണ്ടോ അതിനനുസരിച്ച് നമ്മളുടെ ഇലാസ്റ്റികത നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കുറഞ്ഞു വരുമ്പോൾ നമ്മളുടെ ഇലാസ്റ്റികത നമുക്ക് എന്താവും, ആ ബാലൻസിങ് പോവും. അപ്പോൾ എന്താവും, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ മസിൽസ് എല്ലാം വീക്കായി നമുക്ക് റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. റിങ്കിൾസ് പെട്ടെന്ന് വരുമ്പോൾ നമുക്കറിയാം ഒരു ഏജ് ഫീല് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാം ചെറിയ പ്രായമാണല്ലോ, ഈ പ്രായത്തിൽ തന്നെ ഇത്രയും ഇങ്ങനെയാണ്. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, മാം പെട്ടെന്ന് തന്നെ എനിക്കിങ്ങനെ ചുളിവുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വരാതെ നമ്മൾ ഇരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചിലവർക്ക് 45-50 വയസ്സായാലും അങ്ങനെയൊന്നും അറിയത്ത് പോലുമില്ല. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ സ്കിൻ കെയർ പ്രോപ്പറായിട്ട്, ഞാൻ അത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സ്കിൻ കെയർ എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അതർവൈസ് നമ്മൾ കറക്റ്റായിട്ടല്ല നമ്മളുടെ സ്കിൻ കെയർ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മളിത് നേരത്തെ തന്നെ നമുക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ, റിങ്കിൾസ് മാത്രമല്ല സ്കിൻ റിങ്കിൾസ് എങ്ങനെ വരാം, നമുക്ക് സ്കിൻ കൊളോജൻ മാത്രമല്ല സ്കിൻ ഡ്രൈ ആവുന്നുണ്ട് അല്ലേ. നമുക്കറിയാം എവരി 20 to 30 ഡേയ്സിൽ 21 to 30 ഡേയ്സ് 21-30 ദിവസങ്ങൾക്കിടയിൽ നമുക്ക് പുതിയ സെൽസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നും തന്നെ സ്കിൻ കെയർ കൊടുക്കുന്നില്ലെങ്കിൽ ഈ സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. ഡ്രൈ ആകുമ്പോഴോ നമ്മൾ അവിടെയുള്ള മോയ്സ്ചർ ഇല്ലാതാവുന്നു അല്ലേ. പിന്നെ നമ്മൾ എടുക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആൻറ്റി ഏജിങ്ങിൽ എന്ന് മാത്രമല്ല നമുക്ക് എല്ലാ ഏജും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ സ്കിൻ ഇതുപോലെ റിങ്കിൾസും കാര്യങ്ങളും നമുക്ക് പിന്നീടാണെങ്കിലും ഭയങ്കര നേരത്തെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 40-50 വയസ്സ് 60 വയസ്സിലും വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നല്ല പോലെ ഇന്നർ മോയ്സ്ചറും ഔട്ടർ മോയ്സ്ചറും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം ഔട്ടർ മോയ്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അത് എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യം കൂടിയാണ്. ബട്ട് അതിൻ്റെ കൂടെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നർ മോയ്സ്ചറാണ്. ഇന്നർ മോയ്സ്ചർ
മോയ്സ്ചറിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും? ഇന്നർ മോയ്സ്ചറിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അത്രയും എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം നമ്മുടെ സ്കിൻ. നമ്മൾ എപ്പോഴും നമ്മൾ ആരോഗ്യത്തോടു കൂടി നമ്മൾ ശരീരത്തിൽ അസുഖം വരാതെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ. അതുപോലെ നമ്മളെ സ്കിന്നിനും വീക്കാവാതെ നമ്മൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ളത് നമ്മൾ നമ്മുടെ സെൽസ് എപ്പോഴും ആക്റ്റീവായിട്ടും ഓക്കെ ആയിട്ട് ഫ്രഷ് ആയിട്ടും ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നർ മോയ്സ്ചർ വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് നമുക്ക് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാതിരിക്കരുത്, വെള്ളത്തിൻ്റെ അളവ് കുറയരുത്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പ്ലസ് നമുക്ക് അതുപോലെ തന്നെ ഔട്ടറിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നല്ലപോലെ മോയ്സ്ചർ എന്ന് പറയണത് അത്രമാത്രം നമുക്ക് ആവശ്യമാണ് നമ്മളുടെ സ്കിന്നിന്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ചെടി ഒരു പ്ലാന്റ് വെച്ചിട്ട് അത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് വേണം? നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലേ. കറക്റ്റായിട്ട് വെള്ളമൊക്കെ എല്ലാ ദിവസവും പോയാലേ നിൽക്കത്തുള്ളൂ. കൊടുത്തിട്ടില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അത് കരിഞ്ഞ് വാടിപ്പോവും. അപ്പോൾ അതുപോലെ നമ്മുടെ സെൽസും ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം കൊടുക്കുക, അതുപോലെ കുടിക്കുക, അതുപോലെ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ അത്രയും ഈർപ്പമാണ് നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന ഈർപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും ചെയ്യുക. അവരവരുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം നമുക്ക് അത്രമാത്രം നമ്മൾ ഒരു റൊട്ടീനായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമാണ്. അപ്പോൾ ഇതെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ മൈൻഡിൽ വയ്ക്കുക. നമുക്കിതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് റിങ്കിൾസ് ഒന്നും അങ്ങനത്തെ പേടിയേ വേണ്ട. ഓക്കെ. കൂടാതെ നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫുഡ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫുഡിൽ കൊളോജൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മാക്സിമം എടുക്കുക. ഇപ്പോൾ നമുക്ക് സപ്ലിമെൻ്റായിട്ടും പൗഡറായിട്ടൊക്കെ കൊളോജൻ പൗഡറൊക്കെ വരും. പക്ഷേ ഞാൻ ഈ പെയ്ഡ് പ്രൊമോഷൻ്റെ സംഭവം വരുന്നത് കൊണ്ട് എനിക്ക് പേടിയാണ്. ഞാൻ കൂടുതലും ഇന്ന പ്രൊഡക്റ്റ് മേടിക്കൂ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്ലിമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കൊളോജൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഓൺലൈനിലായിക്കോട്ടെ ഈ കാണുന്ന പ്രൊഡക്റ്റിൻ്റെയൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ അത് മേടിച്ചിട്ട് ഇൻ കേസ് അത് നമുക്ക് ഓക്കെ ആവാതെ വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പ്രൊഡക്റ്റ് മേടിക്കുക. ന്യൂട്രീഷനെ കാണുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ മേടിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കാരണം നമ്മളെപ്പോഴും ഫുഡിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ഇതാണ് ബ്രൊക്കോളി എപ്പോഴും നമ്മൾ സ്കിന്നിന് ആയിക്കോട്ടെ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കൊളോജൻ ആയിക്കോട്ടെ, അതിനെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് ബ്രൊക്കോളി എടുക്കുക. അതുപോലെ എല്ലാ ദിവസവും ഒരു എഗ്ഗ് കഴിക്കാൻ. എഗ്ഗ് അറിയാമല്ലോ, ഒരുപാട് പ്രോട്ടീനാണ്, ഒരുപാട് എല്ലാത്തിനും നമുക്ക് ഹെയറിനും സ്കിന്നിനും ഒക്കെ ആവശ്യമുള്ള കാര്യമാണ്. അതുപോലെ എന്താ പറയുക, അവക്കാഡോ ഭയങ്കര സൂപ്പർബായിട്ടുള്ള ഒരു ഇതാണ്. അവക്കാഡോ ജ്യൂസൊക്കെ നമ്മൾ ഇടയ്ക്ക് കുടിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതെല്ലാം നമുക്ക് എല്ലാ ദിവസവും ഒന്നും എല്ലാവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ഒക്കെ വരുന്ന കൊളോജൻ കണ്ടൻറ്റ് വരുന്ന പ്രൊഡക്റ്റുകൾ സിറം നമുക്ക് മാക്സിമം എടുക്കാം. നമുക്ക് ഇത്രയും സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ ഫോക്കസ് ചെയ്ത് മേടിച്ച് ചിലപ്പോൾ കഴിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഫുഡിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്നവർ മാക്സിമം എടുക്കുക. ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് സിറം യൂസ് ചെയ്യുക. അത് നൈറ്റ് നിങ്ങൾ ബിഫോർ ബെഡ്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ബിഫോർ ബെഡ് നിങ്ങൾ എന്ത് ചെയ്യണം? വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യണം. സിറം നമ്മൾ യൂസ് ചെയ്യണം മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ നിർബന്ധമായിട്ടും ക്ലെൻസ് ചെയ്തിരിക്കണം. നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക ഫേസ്. അതിനുശേഷം ടോണർ അപ്ലൈ ചെയ്യുക. ടോണർ മസ്റ്റായിട്ട് കൊടുക്കണം. ദെൻ അതിനുശേഷം നമുക്ക് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ ആഫ്റ്റർ മോയ്സ്ചറൈസർ. ഒരിക്കലും മോയ്സ്ചർ ചെയ്തിട്ടല്ല നമ്മൾ സിറം കൊടുക്കേണ്ടത്. സിറം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നൈറ്റ് റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് സ്കിന്നിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു റിങ്കിൾസൊക്കെ ഒത്തിരി ഉണ്ട്, ഭയങ്കര ഡ്രൈ ആണ് സ്കിൻ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ റിപ്പയറിങ് ക്രീമൊക്കെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. സോ അത് നോക്കാം. നൈക്കയുടെ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇന്നസ്ഫ്രീയുടെ നല്ല റിപ്പയറിങ് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. സോ അപ്പോൾ അത് ഞാൻ ലിങ്ക് ഒന്നും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുമോ? കാരണം എനിക്ക് പേടിയാണ്. കാരണം എല്ലാവരും എപ്പോഴെപ്പോഴും എന്നോട് പറയുമ്പോൾ എല്ലാവർക്കും തോന്നും ഞാൻ എന്തോ പെയ്ഡ് പ്രൊമോഷനാണ് എന്നൊക്കെ. നമ്മൾ ഒരിക്കലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്
പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ഒന്നും തന്നെയല്ല. നമുക്ക് അറിയുന്ന നല്ലതാണ് എന്ന് തോന്നുന്നു മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രൊഡക്ട്സുകൾ എനിക്ക് തോന്നുന്നു കുറേ പേരെല്ലാം മേടിക്കാറുണ്ട്. ഒരു കുഴപ്പമില്ല, അവരിപ്പോഴും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഫേസ് ഷോപ്പിൻ്റെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മോയ്സ്ചറൈസർ ഇപ്പോൾ ഇത് കഴിയുമ്പോൾ എന്നോട് കുറേ പേര് ഇനി മോയ്സ്ചറൈസറിനെ കുറിച്ച് ചോദിക്കും. നിങ്ങൾക്ക് നല്ലത് സെറ്റാഫിൽ എടുക്കാം, ഫേസ് ഷോപ്പ് എടുക്കാം, ന്യൂട്രിജൻ്റെ എടുക്കാം. ഇതെല്ലാം നമുക്ക് നല്ലതാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വൈറ്റമിൻ സി സിറം ഏതായിരിക്കും മാം നല്ലത് എന്ന് ചോദിക്കുന്നവരുണ്ട്. സോ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് പേഴ്സണലി അറിയുന്നത് പിക്സിയുടെ നല്ല സിറമാണ്. സോ അതെടുക്കാം കേട്ടോ. ദെൻ പിക്സിയുടെ ഉണ്ട്, ഇന്നസ്ഫ്രീ ഉണ്ട്, അങ്ങനത്തെ നല്ല നല്ല ബ്രാൻഡുകളുണ്ട്. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷനൊന്നും പോകുന്നതൊന്നും അല്ല. ബട്ട് ഇതൊക്കെ നമ്മൾ നൈക്കയുടെ ആപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നോക്കുക. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ റിങ്കിൾസൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്കിൻ ടൈറ്റായിട്ട് വെക്കാൻ ട്രൈ ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഡേ റൊട്ടീനിൽ നമ്മൾ ഐസ് ക്യൂബ് മസാജ്, അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഐസ് ക്യൂബ് വെച്ച് നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. അത് വളരെ സൂപ്പർബായിട്ടുള്ള റിസൾട്ടാണ്. ദെൻ അത് കൂടാതെ നിങ്ങൾ ഈവനിങ് എപ്പോഴെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് ഫേസ് എപ്പോഴും മസാജ് ചെയ്ത് ആക്റ്റീവാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ചിലർ പറയും ഓയിൽ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന്. ഓയിൽ വെച്ചും ചെയ്യാം, മോയ്സ്ചറൈസർ വെച്ചും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓയിൽ വെച്ചിട്ടാണെങ്കിൽ ഏത് ഓയിലാണ് നല്ലത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഓയിൽ വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ കോക്കനട്ട് ഓയിൽ വെച്ച് ചെയ്യുന്നവരുണ്ട്, ആൽമണ്ട് ഓയിൽ വെച്ച് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഇന്നതെന്നില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഓയിൽ നിങ്ങൾക്ക് എടുക്കുക. എന്ന് വെച്ചിട്ട് കുറേ സമയമൊന്നും വെക്കാനോ ഒന്നും പാടില്ല കേട്ടോ. ജസ്റ്റ് ഒരു 2 minutes മതി. അതിനുശേഷം നല്ല പോലെ ഫേസ് ക്ലീൻ ചെയ്തിരിക്കണം. ബിക്കോസ് നമുക്ക് സ്കിൻ ഒത്തിരി ഓയിലി ആയി കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾസ് വരാനോ അല്ലെങ്കിൽ എന്താ പറയുക സ്കിന്നൊന്ന് ഡള്ളാവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓയിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു 2 minutes ഒന്ന് മസാജ് കൊടുത്തിട്ട് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് നല്ല പാക്കുകൾ ഇട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ റിങ്കിൾസൊക്കെ കുറയ്ക്കാൻ നമുക്ക് കുറച്ചും കൂടെ നല്ല പാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോഫി പൗഡർ എല്ലാറ്റിനും നല്ലൊരു പാക്കും കൂടിയാണ് അല്ലേ കോഫി പൗഡർ യൂസ് ചെയ്യുന്നത്. അത് നല്ലതാണ്. നിങ്ങൾ കുറച്ച് കോഫി പൗഡർ വീട്ടിലെല്ലാ വീട്ടുകളിലും കോഫി ഉണ്ടാവും, കോഫി പൗഡർ ഉണ്ട്. സോ അതിനകത്ത് കുറച്ച് റൈസ് പൗഡറും കൂടി മിക്സ് ചെയ്യാം. ദെൻ അതിനകത്ത് കുറച്ച് കേട് മിക്സ് ചെയ്യുക ആവശ്യത്തിന്. അത് നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്കൊരു പാക്ക് ഇടാനുള്ള പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങളിത് 3ഉം എടുക്കുക. ഒരു 2 സ്പൂൺ നിങ്ങൾ കോഫി പൗഡർ എടുക്കാം. അതിനകത്ത് 1 സ്പൂൺ നിങ്ങൾക്ക് റൈസ് പൗഡർ, ഒരുപാട് തരിയില്ലാത്ത റൈസ് പൗഡർ എടുക്കുക. ദെൻ അതിനകത്ത് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ നമുക്കത് മിക്സിങ്ങിന് ആവശ്യമുള്ള തൈര് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് പാക്കായിട്ട് ഇട്ട് നോക്കുക. കാരണം നമുക്ക് ഒരുപാട് ടാൻ മാറാനും നമ്മളുടെ സ്കിന്നിനെ ഒന്ന് റിങ്കിൾസ് പതുക്കെ ഒറ്റയടിക്ക് കുറയ്ക്കാനൊന്നുമല്ല. ബട്ട് എന്നാൽ പോലും നമുക്ക് ആ ഒരു ഏജിൻ്റെ ആ ഒരു ഡിഫറൻസ് പതുക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലവർക്ക് എന്തെങ്കിലും സ്കിന്നിന് ഇറിറ്റേഷനോ എന്തെങ്കിലും ഇച്ചിങ്ങോ ബുദ്ധിമുട്ടോ തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്യണം. അതല്ല കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇനിയും ഇത് എന്താ പറയുക, നമുക്ക് ഒരു ആൻറ്റി ഏജിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വരുന്ന വീഡിയോസിൽ നമുക്ക് വീണ്ടും നോക്കാം. കാരണം ഒരുപാട് പേർക്ക് ക്ഷമയൊന്നും ഉണ്ടാവില്ല ഇത്രയും സമയമൊക്കെ ഇരുന്ന് കേൾക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോസിൽ വീണ്ടും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. പ്ലസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.